പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ കഴിഞ്ഞ മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത് ദറ്റ് ഈസ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി, ദറ്റ് ഈസ് വിത്ത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ബിയർ ലാംബർട്ട്സ് ലോയ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ, N to pi star, pi to pi star, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി അതിൽ ചെറിയൊരു സബ്ജക്റ്റും കൂടെ പഠിക്കാനുള്ളത് ടോപ്പിക്ക്, ദറ്റ് ഈസ് nuclear magnetic resonance spectroscopy. That is nuclear magnetic resonance spectroscopy. ഇതിൽ സിമ്പിളായിട്ട് പറയാം, NMR എന്ന് പറയാം. NMR, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഈ NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചത് വെൻ ദാറ്റ് റേഡിയേഷൻ ഇൻട്രാക്ട് വിത്ത് മാറ്റർ. ഇപ്പം മൈക്രോവേവ് ആണെങ്കിലും വൈബ്രേഷണൽ, ദാറ്റ് ഈസ് IR വേവ്സ് ആണെങ്കിലും ഇൻഫ്രാറെഡ് ആണെങ്കിലും UV വിസിബിൾ വേവ്സ് ആണെങ്കിലും വെൻ ഇറ്റ് ഇൻട്രാക്ട് വിത്ത് മാറ്റർ ഓർ ദ കോമ്പൗണ്ട്, വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഇതിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് NMR that deals with the magnetic properties of certain nuclei. അതാണ് മനസ്സിലാക്കുന്നത്. That deals with the magnetic properties of nucleus. Magnetic properties of nucleus. അപ്പോൾ magnetic properties of nucleus എന്ന് പറയുമ്പോൾ particularly we have to consider the case of properties of nucleus. Nucleus എന്താ വരുന്നത്? Proton. And that is 1H, or the case with the C13 and the case with the C30, carbon 30. The NMR technique involves the study of transition induced between spin energy level, that is spin energy levels of these type of spin energy levels of nuclei, spin energy levels of nuclei, and the applied magnetic field, and the applied magnetic field, that is absorption of electromagnetic radiation in the radio frequency range. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് റേഡിയോ ഫ്രീക്വൻസി, വെരി ലോ എനർജി റേഡിയോ ഫ്രീക്വൻസി range. അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. When what happens, that is certain nucleus, that is നമ്മുടെ ഹൈഡ്രജൻ, അതുപോലെ certain nucleus that has magnetic properties, that when interact with a magnetic field it produces certain transition, and that is the radiation that is within the radio frequency range. അപ്പോൾ ന്യൂക്ലിയസിൽ നടക്കുന്ന ചേഞ്ചസ്, when the nucleus of certain molecule interact with a magnetic field, that leads to the spectroscopy called nuclear magnetic resonance spectroscopy. അതിൽ certain nuclei rotate about an axis and thus നമ്മൾ ഏത് ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിലും that rotates about its axis, അല്ലേ, that rotates about its axis, and that possesses a property that called as spin. അപ്പോൾ spin magnetic moment. അപ്പോൾ ഇങ്ങനെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് അല്ലെങ്കിൽ സ്പിൻ ബാർ മാഗ്നറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ ചാർജ്ഡ് ബോഡി സ്പിന്നിങ്, ദാറ്റ് വിൽ ജനറേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചാർജ്ഡ് ബോഡി, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ദാറ്റ് വെൻ ഇറ്റ് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഇറ്റ് ജനറേറ്റ്സ് എ മാഗ്നറ്റിക് ഫീൽഡ്, ഓർ ഇറ്റ് ആക്ട് ആസ് എ ടൈനി ബാർ മാഗ്നറ്റ്. അപ്പോൾ അങ്ങനെയുള്ളതിന് ദാറ്റ് വിൽ ഹാവ് സ്പിൻ angular momentum, that is having spin angular momentum. We can simply represent it by I bar, spin angular momentum I bar. Okay, that is spin angular momentum of a nucleus is determined by its spin quantum number I, which has values, നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, spin quantum number 0, 1/2, 1, 3/2, etc. അങ്ങനെ പോകും. That is I is equal to 0, that is obviously does not possess the property of spin.
spin. That is 0 എന്ന് പറയുന്ന പ്രോപ്പർട്ടി 0 എന്ന് പറയുമ്പോൾ that does not spin property ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? That does not property of spin. Numerical value of I is related to the mass number. ആ ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ അതിൽ മാസ് നമ്പർ എങ്ങനെയാണ്, മാസ് നമ്പർ ഓഡ് ആണോ മാസ് നമ്പർ ഈവൻ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് വി ക്യാൻ ഹാവ് വേരിയസ് ടൈപ്പ് ഓഫ് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ ക്യാൻ ഹാവ് ഫ്രാക്ഷണൽ വാല്യൂസ് വരാം. ഫ്രാക്ഷണൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/2, 3/2 അങ്ങനെയുള്ള വാല്യൂസ് വരാം. ഇറ്റ് ക്യാൻ ഹാവ് സീറോ വാല്യൂ വരാം. ഓർ ഇറ്റ് ക്യാൻ ഹാവ് എ ഇൻറ്റഗ്രൽ വാല്യൂ 1, 2, 3 ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ when that we can write the case that is a nucleus with I greater than 0 will have a characteristic magnetic moment. അപ്പോൾ I എന്ന് പറയുന്നത് എന്താണ്? That is spin magnetic moment I. The spin quantum number I that is having a value greater than 0 only have a characteristic magnetic moment. Characteristic magnetic moment. Okay. So അതിൽ we have to say the magnetic dipole. അടുത്തൊരു ഹെഡിങ് ഇതിൽ magnetic dipole moment of a nucleus. Magnetic dipole moment of a nucleus. So a charged particle spinning about an axis act as a magnetic dipole. The resulting nuclear magnetic moment mu bar is oriented along the axis, or mu bar is equal to gamma into I bar. Okay. So gamma is defined as the ratio mu bar by I. So we can write gamma is equal to mu that is we can write as എങ്ങനെ എഴുതാം? gamma is equal to we can write as mu bar divided by I bar. That is called as what you called as gamma എന്ന് പറയുന്നത് എന്താണ്? Gamma is defined as the ratio of mu bar by I bar. That is called magneto-gyric ratio or gyromagnetic ratio എന്ന് പറയാം. That is gamma is called as the gyromagnetic ratio. GYR gyromagnetic ratio. That is gamma. For gamma we can also equate some other equation. Gamma is equal to Gn into E divided by 2 into M into P. E divided by 2 into M into P. That is one other equation where MP is called as the mass of proton and E is the elementary charge. MP എന്ന് പറയുന്നത് mass of proton and E എന്ന് പറയുന്നത് charge. Okay. And Gn is the nuclear G factor. Gn എന്ന് പറയുന്നത് nuclear G factor. That is a Gn. Is a unitless constant characteristics of each. അപ്പോൾ ഈ equations നമ്മൾ മനസ്സിലാക്കണം. Magnetic dipole moment of a nucleus we can write as mu bar is equal to gamma into I bar, or gamma we can define as gyromagnetic ratio we can define as mu bar by I bar, or we can write in terms of what you call as Gn. We can write as gamma is equal to Gn into E by 2 into MP. 2 MP mass of proton. E എന്ന് പറയുന്നത് ചാർജ് divided by mass of proton into Gn. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കി. ഇനി അതിൽ ഒരു ഇക്വേഷൻസ് ഞാൻ പറഞ്ഞത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can write the potential energy E of interaction between the magnetic dipole mu bar and the external field B0. We can write E as E is equal to
minus Gn. That is another Gn നമ്മൾ നേരത്തെ എഴുതി. That is a case with a nuclear G factor. Gn minus Gn into Bn into B0 into Mi. Okay, Mi. That is called as a nuclear magnetic resonance. E. So E, that is defined as the E, that is the potential energy of interaction. That is, this is the potential energy of interaction. Potential energy of interaction, E, that is equal to minus Gn beta n B0 My. അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കോൺസ്റ്റൻസ് നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. B0 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നിറ്റ്യൂഡ് ആണ്. That is Bn എന്ന് പറയുന്നത്, that is called as beta n എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്. That is the value Bn having value that is equal to EH. അതിൻ്റെ വാല്യൂ കൂടെ എഴുതുന്നുണ്ട്. That is EH divided by 4 pi into MP, mass of proton. B എന്ന് പറയുന്നതാണ്, that is nuclear magneton. B0 എന്ന് പറയുന്നത് magnetic field, external magnetic field value. Then M എന്ന് പറയുന്നത് what you call as M. M is where M is the value M minus 1, minus 1 plus 1, 1 minus 1 up to here. Okay. അപ്പോൾ ഈ ഒരു ഇക്വേഷനും നിങ്ങളതിൽ ന്യൂക്ലിയർ മാഗ്നറ്റ് മനസ്സിലായി. ദാറ്റ് ഈസ് the E, that is external magnetic field, E is equal to minus Gn beta n B0 Mi. ഇനി അതിൻ്റെ സെലക്ഷൻ റൂൾ പറയുന്നത്, that is we can write the selection rule as delta M I, that is equal to plus or minus 1. That is the selection rule. That is, transition between nuclear magnetic energy levels can be induced by use of radiation in the frequency range, radio frequency range, that corresponds with the separation between the energy levels. We can induce transition between the nuclear energy levels through induced radiation, that is having the frequency range, that is within the frequency range, and that corresponds to the separation of the various energy levels. And this phenomena is known as nuclear magnetic resonance, and that forms the basis. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ന്യൂക്ലിയസ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ that when we that electromagnetic radiation pass ചെയ്യുമ്പോൾ, that when interact with electromagnetic radiation, the energy levels get splitted up, and this energy level splitted is with respect to nuclear magnetic resonance, and that is a basis of the NMR spectroscopy. And interaction between oscillating magnetic field of the radiation and the magnetic dipole moment of the system, that transition is referred to as magnetic dipole transition. അതായത് നമ്മുടെ ചാർജ്ഡ് ബോഡി, ദാറ്റ് ഈസ് എന്താണ് ചാർജ്ഡ് ബോഡീസ്? ആ ചാർജ്ഡ് ബോഡീസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ. ആ പ്രോട്ടോൺ that having a magnetic dipole, that when interact with the applied magnetic field, that is B0 or B0, that produces some transitions, and the transitions that occur is with respect to the energy level differences of the nuclei. Okay, അപ്പോൾ അതിൻ്റെ സെലക്ഷൻ റൂളാണ് ഡെൽറ്റ എം ഐ, that is equal to plus or minus 1. The frequency mu at which the transition takes place is given by Bohr frequency condition, that is mu, that is equal to, we can write as delta E divided by H. Okay, ഇനി അതിൽ വേറെ ഒന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ ഒന്നുണ്ട് കാര്യങ്ങൾ പറയാം. NMR മെത്തേഡിൽ we can have two types of techniques. That is NMR method, nuclear magnetic resonance method, we can adopt two types of technique. That is, the strength of the applied field is maintained, that is applied field B0. The strength of the applied field is maintained, while frequency of the radiation is varied. While that is frequency of radiation is
varied. Strength is fixed. Strength B0 is fixed, but frequency is varied. ഇനി വേറൊന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി mu ഇതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ഫിക്സ്ഡ്, B0 ഈസ് വേരിയഡ്. അങ്ങനെ രണ്ട് കണ്ടീഷനാണ് വരുന്നത്. ഒന്ന് that is called as the strength of the magnetic field, that is B0, that is maintained, and the frequency of the electromagnetic radiation is varied, or gamma is fixed, or B0 is varied. അങ്ങനെ രണ്ട് type of methods we can adopt for NMR. Okay. ഇനിയും അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയും. കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് എ ന്യൂക്ലിയസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒരു മോളിക്കുലർ ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് ബെയർ ഓർ ഐസൊലേറ്റഡ് അല്ല, അത് സറൗണ്ട് ചെയ്ത് ഇപ്പോൾ പ്രോട്ടോൺസിനെ സറൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ, ഇലക്ട്രോൺസ് സറൗണ്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് കോസസ് എ സർക്കുലർലി മോഷൻ of these electrons in a plane perpendicular to the applied field, and this produces an additional small magnetic field in a region of the nucleus. അപ്പോൾ ഇത് അപ്ലൈഡ് ഫീൽഡ് that will interact with the already occupied field. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പോൾ that will interact with the applied field B0 applied field, and that will produce what you call as a small magnetic field. The secondary field produced by the field induced motion of electron is usually in a direction opposite to the applied field. അപ്പോൾ അപ്ലൈഡ് ഫീൽഡിലെ ഇങ്ങനെയുള്ള ഡയറക്ഷൻ ആണെങ്കിൽ that will be opposed by the what you call as induced motion, induced field. അപ്പോൾ ഈ ഒരു opposite field വരുമ്പോൾ the electrons effectively shield or screen the nucleus from the full effect of the applied field. That's electron rotating around the nucleus, that will shield the nucleus from the full effect of the applied field. ഈ ഫീൽഡിന്റെ എഫക്റ്റ് എന്നും മാസ്ക് ചെയ്യപ്പെടും. അപ്പോൾ that shift is called as the chemical shift or shielding shift of the absorption of the field. Okay. അപ്പോൾ അതിനകത്ത് രണ്ട് കേസ് ഉണ്ട്. Whether the applied field gets shift the nucleus, the nucleus, or applied field can what you call as de-shield the effect. അപ്പോൾ de-shieldum shieldum രണ്ട് ടൈപ്പ് ഓഫ് എഫക്റ്റ് വരാം. that is together, that is called as a chemical shift. Okay. അപ്പോൾ chemical shift ഇല്ലാതെ all those protons which are identical with the chemical environment are said to be chemically equivalent. അങ്ങനെ ചില മോളിക്യൂൾസിനെ നമ്മൾ എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു കോമ്പൗണ്ടാണ് CH3 4 times Si, tetramethyl silane. That is one standard used in NMR. That is CH3 4 times Si, that is TMS, tetramethyl silane. അതുപോലെ benzene is another example. Then acetone is one other example, each of which contains only one set of chemically equivalent photons. One set of chemically equivalent protons. One set of chemically equivalent protons. That is called as a standards. അപ്പോൾ ഇതിൻ്റെ ഏത് ബെൻസിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ എന്താണ് ബെൻസിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കാം. ഇവിടെ എല്ലാം ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം അതെല്ലാം ഒരേ എൻവയോൺമെന്റിലാണ്, വ്യത്യാസമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അസറ്റോൺ എടുക്കാം. അസറ്റോൺ എന്താണ്? CH3 CO CH3. ഇതിലെ പ്രോട്ടോൺസ് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജൻ എല്ലാം ഒരേ എൻവയോൺമെന്റിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് that is why they are taken as a standard in what you call as a NMR.
അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ ദ അബ്സോർപ്ഷൻ പൊസിഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോട്ടോൺ ഡ്യൂ ടു വേരിയേഷൻ ഇൻ ഇറ്റ്സ് കെമിക്കൽ എൻവയോൺമെന്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഐസൊലേറ്റഡ് പ്രോട്ടോൺ ഈസ് റെഫേർഡ് ടു ആസ് എ കെമിക്കൽ ഷിഫ്റ്റ്. അപ്പോൾ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെപ്പറേഷൻ of absorption of position of a particular proton from that of reference proton is called as a chemical shift. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ NMR പറഞ്ഞത് ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് NMR സ്പെക്ട്രോസ്കോപ്പി, അതിൻ്റെ ഒന്നുണ്ട് ഇക്വേഷൻസ്. ദെൻ വി ഹാവ് ഗോൺ ത്രൂ വാട്ട് യു കാൾഡ് ആസ് selection rules for NMR spectroscopy. Then we have gone through 2 methods for NMR methods. അതുപോലെ കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്നും വാട്ട് ആർ ദ സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ഇൻ ദ NMR സ്പെക്ട്രോസ്കോപ്പി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതിൽ ചെറിയ 1-2 കാര്യങ്ങളുള്ളൂ, അതോടെ നമ്മുടെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബുക്കും കൂടെ വെച്ച് നോക്കിയാൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക. NMR ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഉണ്ടാവും. ഇനി അതിനകത്ത് 2 കേസും കൂടെ അതിനകത്ത് പറയാനുണ്ട്. ഒന്ന് സ്പിൻ കപ്ലിങ്ങും അതിൻ്റെ ആപ്ലിക്കേഷൻ സൈഡും കൂടെ. അത് ഞാൻ നെക്സ്റ്റ് മോഡ്യൂളിൽ ഇട്ട് തരാം. ഓക്കെ, ശരി.